أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1079 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ ഹജ്ജിലെ 34-35 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം ഫഇലാഹുകും ഇലാഹുൻ വാഹിദ് فله أسلموا وبشر المخبتين الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون. صدق الله العلي العظيم. സൂറത്തുൽ ഹജ്ജിലെ 34-35 ആയത്തുകളിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ഭാഗം അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്ന സംബന്ധമായ ഒരു കാര്യമാണ് മുഖ്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നത് ഹൃദയങ്ങളുടെ ദൈവഭക്തിയുടെ ഒരു പ്രതിഫലനമാണ് എന്നാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്. വമൻ യുഅദ്ദിം ശആഇറല്ലാഹി ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. ഹൃദയങ്ങളുടെ തഖ്വയാണ്, അതിന്റെ പ്രതിഫലനമാണ്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളോട് ആദരവ് തോന്നുകയും അവയെ ആദരിച്ചുകൊണ്ട് പെരുമാറുകയും നിലപാട് എടുക്കുകയൊക്കെ ചെയ്യുക എന്നത് തഖ്വയുടെ ഒരു ലക്ഷണമാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അതുപോലെ മറ്റൊരു കാര്യം വ്യക്തമാക്കപ്പെട്ടത് ബലിമൃഗങ്ങള് ഒരു നിർണിതമായ അവയ്ക്കായിട്ട് നിശ്ചയിക്കപ്പെട്ട ഇടം, അതുപോലെ സമയം ഒക്കെ എത്തുന്നത് വരെ, ബലിയർപ്പിക്കപ്പെടുന്നതിന് വേണ്ടി നിശ്ചയിച്ച സമയം എത്തുന്നത് വരെയും ആ ഇടത്തിലേക്ക് അവയെ കൊണ്ടുവരുന്നത് വരെയും അവയെ പ്രയോജനപ്പെടുത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു കാര്യം. ബലിമൃഗങ്ങളാണ്, അതുകൊണ്ട് അവയുടെ പാല് പ്രയോജനപ്പെടുത്തിക്കൂടാ, അവയെ സവാരിക്ക് ഉപയോഗിച്ചുകൂടാ എന്നൊക്കെ ഉണ്ടായിരുന്ന ധാരണകളെ, തെറ്റായ ധാരണകളെ തിരുത്തുകയാണ് അള്ളാഹു ഇവിടെ ചെയ്യുന്നത്.
അതേപോലെ തന്നെ ഈ ബലിമൃഗങ്ങളെ അതിന്റെ ലക്ഷ്യമിട്ട് വരുന്നത് ഹറമു മക്കയിലേക്കാണ്. ബൈത്തുൽ അതീഖ് നിലകൊള്ളുന്ന ഹറമു മക്കയിലേക്കാണ്. ആ ബൈത്തുൽ അതീഖ് നിലകൊള്ളുന്ന ആ പ്രദേശത്തേക്കാണ് ബലിമൃഗങ്ങളെ ഹജ്ജിന്റെ വേളയിൽ ബലിയെറുക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന കാര്യം എന്നും സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകൾ നോക്കാം. വലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽന മൻസക. ഓരോ സമുദായത്തിനും നാം ഒരു ബലി നിയമവും വ്യവസ്ഥയും ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. മൻസക്ക് നൽകിയിട്ടുണ്ടായിരുന്നു ഓരോ സമുദായത്തിനും. പിന്നിട്ട കാലങ്ങളിൽ വ്യത്യസ്ത പ്രവാചകന്മാരുടെ അനുയായികളായിട്ട് ലോകത്ത് വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന സമുദായങ്ങളുണ്ട്. ദൈവിക സരണിയിൽ സഞ്ചരിച്ചു തുടങ്ങിയ ആ സമൂഹങ്ങളൊക്കെ തന്നെ ബലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മൻസക്ക് നൽകപ്പെട്ടവരായിരുന്നു. ഏതു തരം മൃഗങ്ങളെയാണ് ബലി അറുക്കേണ്ടത്, ഏത് വിധത്തിലാണ് ബലികർമ്മം നടത്തേണ്ടത്, ആരുടെ പേരുച്ചരിച്ചുകൊണ്ടാണ് ബലി നിർവഹിക്കേണ്ടത്, ഏത് ഘട്ടത്തില് എവിടെ വെച്ച്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ബലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിട്ടയും വ്യവസ്ഥയും ഇതൊക്കെ തന്നെ ഓരോ സമുദായത്തിനും നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒരുപോലെയാണ് എന്നല്ല, വ്യത്യസ്തമായിരുന്നു. മനുഷ്യ സമൂഹത്തെ ഒന്നാകെയായി ബാധിക്കുന്ന വിധത്തില് അവരെല്ലാവർക്കുമായിട്ടുള്ള ഒരു മൻസക്ക് നടപ്പിലാക്കപ്പെടുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. വിവിധ പ്രാദേശിക ഇടങ്ങളിലായിട്ട് മനുഷ്യ സമൂഹത്തെ അഭിസംബോധന ചെയ്തിരുന്ന പ്രവാചകന്മാർ ആ പ്രാദേശികമായ ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള മൻസക്കാണ് പഠിപ്പിച്ചിരുന്നത്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് മനുഷ്യകുലത്തിന് ഒന്നാകെയായിട്ടുള്ള ഒരു മൻസക്ക് പഠിപ്പിക്കപ്പെടുന്നതും നടപ്പാക്കപ്പെടുന്നതും ഒക്കെ. അതിന്റെ അർത്ഥം നേരത്തെ ബലി ഉണ്ടായിരുന്നില്ല എന്നല്ല. എല്ലാ സമുദായങ്ങളിലും അള്ളാഹു ബലിയുടെ വ്യവസ്ഥ, അതിന്റെ നിയമ സംവിധാനങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രവാചകന്മാരും മുഖേന. കഴിഞ്ഞുപോയ ഒരു സമൂഹവും ബലി എന്ന ഒരു ആരാധനാ കർമ്മം നിർവഹിക്കാത്തവരായിട്ടുണ്ടായിരുന്നില്ല. സത്യപാതയിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകൾ ബലിയുടെ മൻസക്കില് പല വിധത്തിലുള്ള വീഴ്ചകളും വരുത്തുകയും അത് തെറ്റായ രീതിയിൽ അതിനെ ആഖ്യാനിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് വിവിധ സമൂഹങ്ങളിൽ ഇന്നും തന്നെ അള്ളാഹു അല്ലാത്തവർക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബലി നിർവഹിക്കപ്പെടുന്നതും ബലിമാംസം ഭക്ഷിക്കാതെ വഴിയോരങ്ങളിൽ ഇട്ടേച്ചു പോകുന്നതും അതുപോലെ ബലിമൃഗത്തിന്റെ രക്തം എടുത്ത് ദേഹത്തൊക്കെ പുരട്ടി വല്ലാത്ത വികൃതമായ ഒരു രാക്ഷസീയമായ രൂപം ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കുന്നതും ഒക്കെയായ ആചാരങ്ങള് നിലവിൽ വന്നിട്ടുള്ളത്. അള്ളാഹു തന്റെ പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചിട്ടുള്ള ബലികർമ്മം അത് എല്ലാ സമുദായങ്ങളിലും നേരത്തെ ഉണ്ടായതാണ്. നോമ്പ് പോലെ, ഹജ്ജ് പോലെ, നമസ്കാരം പോലെ ഇതൊക്കെ തന്നെ നിർവഹിക്കപ്പെടുന്നത് ആ പ്രവാചകൻ ദൗത്യം നിർവഹിച്ച പ്രദേശത്തിന്റെ, നാടിന്റെ പല ഘടകങ്ങളും പരിഗണനയിലെടുത്തുകൊണ്ടും ആ കാലഘട്ടത്തെ പരിഗണിച്ചുകൊണ്ടും ഒക്കെ ആയിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം എത്തിയപ്പോഴേക്ക് മനുഷ്യ നാഗരികത വലിയ വളർച്ച നേടിയിട്ടുണ്ടായിരുന്നു. ലോകത്തിന്റെ വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിലായിട്ട് കഴിയുന്ന മനുഷ്യർക്ക് പരസ്പരം സമ്പർക്കപ്പെടാനും പരസ്പരം കണ്ടുമുട്ടാനും സാധിക്കുന്ന വിധത്തില് സാങ്കേതിക
വളർച്ച കൈവരിക്കാൻ മനുഷ്യ സമൂഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ വൻകരകളിലേക്കും യാത്ര ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അതിന് സംജാതമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇസ്ലാം വളരെ വേഗം വൻകരകളെ തേടി വ്യാപിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. ജസീറത്തുൽ അറബില് വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശവുമായിട്ട് അദ്ദേഹത്തിന്റെ അനുയായികൾ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വിദൂര ദിക്കുകളിലേക്ക് എത്തുന്ന ഒരു കാഴ്ച ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ അവസാനമായിട്ട് അന്ത്യപ്രവാചകൻ മുഖേന അള്ളാഹു നടപ്പിലാക്കിയിട്ടുള്ള മെൻസക്ക് തീർച്ചയായിട്ടും അന്ത്യനാൾ വരെയുള്ള മനുഷ്യ സമൂഹത്തിനുള്ള ബലികർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമനിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള രീതികളാണത്. എന്നാൽ പൂർവിക സമൂഹങ്ങൾക്ക് ബലി സംബന്ധമായ മെൻസക്ക് നേരത്തെ നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ സമീപകാലത്ത് ഉടലെടുത്തിട്ടുള്ള ഒരു അനാവശ്യമായ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒരു ചർച്ച, ബലി അനാവശ്യമായ കൊല നടത്തലല്ലേ, രണോത്സുകതയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, ആ 100% ഹിംസയില്ലാത്ത വിധത്തില് അല്ല അള്ളാഹു ഭൂമുഖത്തെയോ അതിലെ ജീവജാലങ്ങളെയോ സംവിധാനിച്ചിട്ടുള്ളത്. മാംസം കഴിക്കുന്നവരായ വിധത്തിലാണ് പല മൃഗങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ മൃഗങ്ങൾ വേട്ടയാടി അവയ്ക്ക് വേണ്ട മാംസം സംഘടിപ്പിക്കും. മനുഷ്യന്റെ കാര്യത്തില് പൂർണ്ണമായിട്ട് വെജിറ്റേറിയൻ ആയിട്ട്, സസ്യഭുക്കായിട്ട് നിലകൊള്ളുക സാധ്യമല്ലാത്തൊരു കാര്യമാണ്. ഭൂമുഖത്ത് അതിനു മാത്രമുള്ള സസ്യവിഭവങ്ങൾ എല്ലാവർക്കും വിശപ്പ് തീർക്കാൻ വേണ്ട വിധത്തിലുള്ള സസ്യാഹാരം ലഭ്യമാവുകയില്ല എന്ന ഒരു സാഹചര്യവും ഉണ്ട്. പൂർണ്ണമായിട്ട് മാംസാഹാരം നിർത്തിവെച്ചാൽ മനുഷ്യർക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കുന്നതിന് മാത്രമുള്ള, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് പ്രയാസരഹിതമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന വിധത്തിലുള്ള സസ്യാഹാരം ഒന്നും ഭൂമുഖത്ത് നമുക്ക് ലഭ്യമല്ലതാണ്. അതുകൊണ്ട് അനാവശ്യമായ ആശയക്കുഴപ്പം ആളുകൾ ഉണ്ടാക്കുകയാണ്. അള്ളാഹുവാണ് ഓരോ ജീവജാലങ്ങളെയൊക്കെ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്, അവയെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത് എന്നത് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ മൃഗങ്ങളെ ഭക്ഷ്യാവശ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ ദാനം ചെയ്യുന്നതിന് വേണ്ടിയും അള്ളാഹുവിനുള്ള അർപ്പണം എന്നുള്ള നിലക്കുമൊക്കെ മൃഗങ്ങളെ അറുക്കുന്ന ഒരു രീതിയാണ് ബലികർമ്മം എന്ന് പറയുന്നത്. അത് കേവലം ഭക്ഷ്യാവശ്യത്തിന് വേണ്ടിയുള്ളതല്ല. അതിൽ നമ്മൾ വ്യയം ചെയ്യുന്ന ധനം, അതിനു വേണ്ടിയുള്ള സന്നദ്ധത, അതിനു വേണ്ടിയുള്ള ശരിയായ നിയ്യത്ത്, ഇതൊക്കെ അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. അതിന്റെ മാംസവും മറ്റ് പ്രയോജനകരമായ സംഗതികളൊക്കെ തന്നെ അർഹരായ എല്ലാവർക്കുമായിട്ട് നൽകപ്പെടാനുള്ളതുമാണ്. ഒരു ബലിമൃഗത്തിന്റെയും മാംസമോ തൊലിയോ ഒക്കെ ഉപയോഗശൂന്യമായ വിധത്തില് വലിച്ചെറിയുകയോ അല്ലെങ്കിൽ ദുരുപയോഗപ്പെടുന്ന രീതിയിലേക്ക് അതിനെ മാറ്റുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അതിനൊന്നും അനുവാദമില്ല. അപ്പോ ഇവിടെ ബലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രപരമായ ഒരു പ്രസ്താവനയാണ് അള്ളാഹു നടത്തി വെച്ചിരിക്കുന്നത്. വലിക്കുല്ലി ഉമ്മത്തിൻ, ഓരോ സമുദായത്തിനും ഉണ്ടായിരുന്നു. ജഅൽന മൻസകൻ, ബലി സംബന്ധമായ നിയമനിർദ്ദേശങ്ങളുടെ അല്ലെങ്കിൽ രീതികളുടെ, അനുഷ്ഠാന രീതികളുടെ വ്യവസ്ഥ നാം നൽകിയിട്ടുണ്ടായിരുന്നു ഓരോ സമുദായത്തിനും. അങ്ങനെയില്ലാത്തൊരു സമൂഹവും കഴിഞ്ഞു പോയിട്ടില്ല എന്നത് തന്നെ സൂചിപ്പിക്കുന്നത് ബലി എല്ലാ ഘട്ടത്തിലും മതവിശ്വാസ ആചാര അനുഷ്ഠാന
സംബന്ധമായ ഒരു കാര്യം തന്നെ ആയിരുന്നു എന്നതാണ്. അത് പുതിയൊരു കാര്യമൊന്നുമല്ല. ഇസ്ലാം നടപ്പിലാക്കിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഘട്ടം മുതൽ നിലവിൽ വന്ന കാര്യമൊന്നും ആയിരുന്നില്ല. യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ മുഖേന പഠിപ്പിക്കപ്പെട്ടിരുന്ന യഥാർത്ഥ ബലിയുടെ താല്പര്യത്തെ അവഗണിച്ചുകൊണ്ട്, അതിന്റെ ആത്മാവിനെ, ചൈതന്യത്തെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് പല ദുരാചാരങ്ങളായിട്ട് ബലി പല സമൂഹങ്ങളിലും മാറിയിട്ടുണ്ടായിരുന്നു എന്നതാണ് വസ്തുത. അള്ളാഹുവിന് അർപ്പിക്കേണ്ടത് അനർഹരായ പലർക്കും അർപ്പിക്കുന്ന, അവയോടും അവരോടും ഒക്കെ ആരാധനാ മനസ്ഥിതി ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അത് ശക്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള ബലികർമ്മങ്ങളൊക്കെ നടത്തുന്ന രീതി പല സമൂഹങ്ങളും പിന്തുടർന്നു വരുന്നത് ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. അത് വഴിപിഴച്ച ബലി രീതിയാണ് യഥാർത്ഥത്തിൽ. പ്രവാചകന്മാർ പഠിപ്പിച്ച ബലിയുടെ രീതിയല്ല. അപ്പൊ വലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽന മൻസകൻ, എന്തിനു വേണ്ടിയാണ് അള്ളാഹു ബലി ഒരു വ്യവസ്ഥയായിട്ട് എല്ലാ സമുദായത്തിനും പഠിപ്പിച്ചിട്ടുള്ളത്, നടപ്പിലാക്കിയിട്ടുള്ളത്? ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും, നാം അവർക്ക് നൽകിയിട്ടുള്ള ബഹീമത്തിൽ അൻആം, കന്നുകാലികൾ, നാക്കാലികളുടെ മേൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവരത് നിർവഹിക്കുന്നതിന് വേണ്ടിയാണ്. അത് അള്ളാഹുവിനുള്ള സമർപ്പണത്തിന്റെ ബോധം മനുഷ്യ മനസ്സിൽ കരുപ്പിടിപ്പിക്കുന്ന ഒരു കർമ്മമാണ് ബലി. നാം അവർക്ക് നൽകിയിട്ടുള്ള കന്നുകാലി, നാക്കാലി വർഗത്തിൽപ്പെട്ടവയെ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബലിയർപ്പിക്കുന്ന ഒരു രീതി, ഒരു ശീലം അവര് സ്വായത്തമാക്കുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നത് ഫ ഇലാഹുക്കും ഇലാഹും വാഹിദ്. അതിനാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വ്യത്യസ്ത സമൂഹങ്ങളിൽ ബലി ഒരു നടപടിയായിട്ട്, അനുഷ്ഠാനമായിട്ട് വ്യത്യസ്തമായ രീതികളിൽ നിലനിന്ന് പോന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെയും തന്നെ അതിന്റെ ഉത്ഭവത്തിൽ ഒരൊറ്റ താല്പര്യത്തോടു കൂടി ഉണ്ടായിരുന്നതാണ്. ഒരേ കാര്യം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നു. അത് അള്ളാഹുവിന്റെ തൃപ്തി തേടിക്കൊണ്ടുള്ള, അള്ളാഹുവിനുള്ള സമർപ്പണമായിട്ടാണ് അത് നിർവഹിക്കപ്പെട്ടു തുടങ്ങുന്നത് തന്നെ. ആദം അലൈഹിസ്സലാമിന്റെ രണ്ട് ആൺമക്കള് ബലി നടത്തിയ കാര്യം ഖുർആനിൽ പറയുന്നുണ്ട്. ഒരാളുടെ ബലികർമ്മം അള്ളാഹു സ്വീകരിച്ചു, മറ്റേ ആളുടേത് സ്വീകരിക്കുകയുണ്ടായില്ല. അപ്പോ ആരുടേതാണോ സ്വീകരിക്കപ്പെടാതെ പോയത്, അയാൾ ക്രോധം കാണിച്ചുകൊണ്ട് പെരുമാറിയപ്പോ അയാളുടെ സഹോദരൻ, ആരുടെ ബലിയാണോ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്, ആ വ്യക്തി അവനോട് പറയുന്നുണ്ട് ഇന്നമ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ എന്ന്. നിശ്ചയമായിട്ടും അള്ളാഹു മുത്തഖികളിൽ നിന്ന്, തഖ്വ കൈവരിച്ചവരിൽ നിന്ന് മാത്രമേ അനുഷ്ഠാനങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം അവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. ബലിയുടെ ആത്മാവ് കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയാണത്. കാശ് മുടക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ ജീവൻ എടുത്തത് കൊണ്ടോ സമൂഹത്തിൽ അതിന്റെ പേരിൽ ഒരു ഖ്യാതി നേടിയെടുക്കാൻ സാധിച്ചു എന്നതുകൊണ്ടോ ഒന്നും ബലികർമ്മം പുണ്യമാവുന്നില്ല. അതൊരു പുണ്യമായി മാറുന്നത് അത് തഖ്വയോടുകൂടി അള്ളാഹുവിന് നടത്തുന്ന സമർപ്പണമാകുമ്പോഴാണ്. അതിന്റെ ബലിമാംസം അർഹരായ ആളുകൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന വിധത്തിൽ അത് കൈകാര്യം ചെയ്യപ്പെടുമ്പോഴുമാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, നിശ്ചയമായിട്ടും അള്ളാഹു സ്വീകരിക്കുക. അത് ബലികർമ്മത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. പക്ഷെ അത് പൊതുവായ ഒരു പ്രസ്താവനയും കൂടിയാണ്. ഏത് കർമ്മമാണെങ്കിലും, ഏത് അനുഷ്ഠാനമാണെങ്കിലും അള്ളാഹു അത് സ്വീകരിക്കുന്നത് തഖ്വയോടുകൂടി നിർവഹിക്കപ്പെടുമ്പോഴാണ്. ആളെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തില് ഒരു പേരെടുക്കുന്നതിന് വേണ്ടിയൊക്കെ ഹജ്ജ് ചെയ്യുന്ന ഒരു രീതിയൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. ഇപ്പോഴും ചിലയിടങ്ങളിലൊക്കെ ഉണ്ടാവാം, ചിലർ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവാം. എന്തായാലും അതൊന്നും ഹജ്ജിന്റെ ചൈതന്യം സ്വായത്തമാക്കുന്ന, നേടിത്തരുന്ന ഒരു കാര്യമല്ല. മറിച്ച്
അള്ളാഹുവിനോടുള്ള തഖ്വയിൽ അധിഷ്ഠിതമായിക്കൊണ്ടാണ് ഒരാള് എന്തെങ്കിലും അനുഷ്ഠാനം ചെയ്യുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും സ്വീകാര്യമായിരിക്കും. എന്നാൽ വേറെ പല താല്പര്യങ്ങളോടും കൂടിയാണ് അത്തരം അനുഷ്ഠാനങ്ങൾ നിർവഹിക്കപ്പെടുന്നതെങ്കിൽ അത് തിരസ്കരിക്കപ്പെടുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് ഈ രണ്ടാളുകളുടെ കൂട്ടത്തിൽ ഒരാളുടേത് മാത്രം സ്വീകരിക്കപ്പെട്ടു, മറ്റേ ആളുടേത് സ്വീകരിക്കപ്പെട്ടില്ല എന്ന ഒരു സ്ഥിതിവിശേഷം വന്നു ചേരുന്നത്. അപ്പോ മനുഷ്യോൽപ്പത്തിയുടെ ആ തുടക്കഘട്ടത്തിൽ തന്നെ ബലികർമ്മം എന്ന ഒരു അനുഷ്ഠാനം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഖുർആൻ വ്യക്തമായി പറയുന്നത് എല്ലാ സമുദായങ്ങളിലേക്കും നാം ബലിയുമായി ബന്ധപ്പെട്ട മൻസക്ക് അതിന്റെ അനുഷ്ഠാന രീതി നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ്. ഏത് വിധത്തിലാണ് നിർവഹിക്കപ്പെടുന്നത്? ലിയദ്കുറു ഇസ്മല്ലാഹി അലാമ റസഖഹും മിനൽ ബഹീമത്തിൽ അൻആം. നാൽക്കാലി കന്നുകാലി വർഗത്തിൽപ്പെട്ട നാം അവർക്ക് നൽകിയിട്ടുള്ളവയിൽ നിന്ന് അവയുടെ മേൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുന്ന വിധത്തില് അത് നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് നാം അത് വ്യവസ്ഥയാക്കിയിട്ടുള്ളത്, അങ്ങനെ ഒരു മനസ്സക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ബലിയിലൂടെ ഒരാൾ ആർജിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഇലാഹുക്കും ഇലാഹും വാഹിദ്. ആളെ കാണിക്കാൻ വേണ്ടി ബലിയറുത്തത് കൊണ്ട് കാര്യമില്ല, അത് സ്വീകാര്യമാവുകയില്ല. ആൾ ദൈവങ്ങളുടെ പേരിൽ ബലിയറുത്തത് കൊണ്ട് കാര്യമില്ല, അത് സ്വീകാര്യമാവുകയില്ല. വിഗ്രഹങ്ങൾക്ക് ബലി അറുത്തത് കൊണ്ട് സ്വീകാര്യമാവുന്നില്ല. അതുപോലെ പേരെടുക്കാനോ പ്രസിദ്ധനാവാനോ ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെയുള്ള മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ബലി നടത്തുന്നതെങ്കിൽ അതും സ്വീകാര്യമാവുന്നില്ല. ബലി സ്വീകാര്യമാവുന്നത് ഈ ബോധത്തോടു കൂടിയായിരിക്കണം: ഇലാഹുക്കും ഇലാഹും വാഹിദ്. നിങ്ങളുടെ നാഥൻ ഏകനായ നാഥനാണ്, ഏകനായ ഇലാഹാണ്. നിങ്ങളുടെ ആരാധ്യനായിട്ട് ഏകനായ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന ബോധം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ബലി നിർവഹിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോഴാണ് ബലി തഖ്വയുടെ ഒരു പ്രകടനമായിട്ട് മാറുക. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ് ബലിമൃഗം. ബലി അറുക്കുന്ന അനുഷ്ഠാനവും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. ആരെങ്കിലും ആ ഒരു അനുഷ്ഠാനം നിർവഹിക്കുന്നുവെങ്കിൽ അത് തഖ്വയുടെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട്, ഹൃദയങ്ങളിലുള്ള തഖ്വയുടെ ഒരു പ്രകടനമായിട്ട് മാറുന്നത് അത് ഉൾക്കൊണ്ട് അത് അള്ളാഹുവിനുള്ള സമർപ്പണമായിട്ട് നിർവഹിക്കപ്പെടുമ്പോഴാണ്. അയാൾ അതിൽ വേറെ ഒന്നും ലക്ഷ്യം വെക്കുന്നില്ല. അള്ളാഹുവിനുള്ള സമർപ്പണം, അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന് ഞാൻ വിധേയപ്പെടുന്നു എന്നത്, അവന്റെ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് ഒരു കർമ്മം നിർവഹിക്കുന്നു എന്നതിലേക്ക് പോകുമ്പോഴാണ് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്. അപ്പോ ഇതാണ് അള്ളാഹു അതിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്: ലിയദ്കുറു ഇസ്മല്ലാഹി അലാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അതുകൊണ്ട് ഈ വ്യത്യസ്തതകളൊക്കെ തന്നെ വിവിധ സമൂഹങ്ങൾ വ്യത്യസ്തമായ കാലങ്ങളിലും ഇടങ്ങളിലും രീതികളിലും ഒക്കെ ബലി നടത്തിയിരുന്നത്, ഇതൊക്കെ തന്നെ ഇതിന്റെയൊക്കെ ആത്മാവും ചൈതന്യവും ഒക്കെ ഒന്ന് തന്നെയായിരുന്നു. ഒരേ താല്പര്യത്തിലാണ് ഇതൊക്കെ നിർവഹിക്കപ്പെട്ടിരുന്നത്. വ്യത്യസ്തമായ മൻസക്കുകളായിരുന്നു എന്നേ ഉള്ളൂ. അതിന്റെയൊക്കെ ഏകീകരണമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നിർവഹിക്കപ്പെടുന്നത്. അപ്പൊ ഈ വ്യത്യസ്ത മൻസക്കുകളിലുള്ള ബലികർമ്മങ്ങളൊക്കെ ലക്ഷ്യമിട്ടിരുന്നത് അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉയർത്തിപ്പിടിക്കുക എന്നതായിരുന്നു. ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട്, ആ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന ബലിയാണ് തഖ്വയുടെ ബലിയാവുന്നത്. ഹൃദയങ്ങളുടെ തഖ്വ പ്രകടമാവുന്ന ഒരു കർമ്മമായി മാറുന്നത് അപ്പോഴാണ്. അതുകൊണ്ട് ഇക്കാര്യം നിങ്ങളുടെ ബോധത്തില് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി വെക്കുക. ഇലാഹുക്കും ഇലാഹും വാഹിദ്. നിങ്ങളുടെ നാഥൻ, നിങ്ങളുടെ ഇലാഹ്, നിങ്ങളുടെ ആരാധ്യൻ ഒരേ ഒരു ആരാധ്യൻ മാത്രമാണ്. എന്നാൽ എന്തൊക്കെ കാര്യങ്ങളിലാണോ അള്ളാഹുവിനോട് സമർപ്പണം മനുഷ്യർ കാണിക്കേണ്ടത് എന്ന് പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്, ആ കാര്യങ്ങളിലൊക്കെ തന്നെ അള്ളാഹു അല്ലാത്തവരെ
അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പണം നൽകുന്ന ഒരു പ്രവണതയാണ് തുടർന്ന് സമൂഹത്തിൽ ഉണ്ടാവുന്നത്. അള്ളാഹുവിന്റെ ഏകത്വത്തെ കൈവടിഞ്ഞ് ആ കൃത്യമായ ബോധ്യത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആളുകൾ മറ്റു പലതിനും വിധേയത്വം നൽകുന്നവരായി മാറുന്നുണ്ട്. കുനിയുന്നതും അതുപോലെ നമിക്കുന്നതും സാഷ്ടാംഗം ചെയ്യുന്നതും തുടങ്ങി ജീവിതത്തില് സകലവിധ വിധേയത്വങ്ങളും അള്ളാഹുവിന് വിരുദ്ധമായി നിലകൊള്ളുന്ന ശക്തികൾക്കും ആളുകൾക്കും നൽകുന്ന പ്രവണത ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. അത് അള്ളാഹുവിന്റെ ഏകത്വത്തിലുള്ള വിശ്വാസത്തിന് കളങ്കം വരുത്തുന്ന നടപടിയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഞാൻ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുന്നവനാണ് എന്ന ബോധ്യം അരക്കിട്ടുറപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു കർമ്മമായിട്ടാണ് ഈ ബലികർമ്മം നിർവഹിക്കേണ്ടിയിരിക്കുന്നത്. ഫലഹു അസ്ലിമു, അതിനാൽ നിങ്ങൾ എല്ലാവരും തന്നെ അവന് വിധേയപ്പെടുക. ഏകനായ ഇലാഹു മാത്രമാണ് ഒരേ ഒരു ഇലാഹ്. അതുകൊണ്ട് നിങ്ങളുടെ സമർപ്പണം നിങ്ങൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കേണ്ടിയിരിക്കുന്നത് അവനാണ്. വബശ്ശിരിൽ മുഖ്ബിതീൻ, അങ്ങനെ അത് ശിരസാ വഹിക്കാൻ സന്നദ്ധരാകുന്ന വിനയാന്വിതർക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊള്ളുക എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. മുഖ്ബിത്ത് എന്ന് പറഞ്ഞാൽ എളിമ കാണിക്കുന്ന, വിനയം കാണിക്കുന്ന, അഹന്ത കാണിക്കാതെ അള്ളാഹുവിനുള്ള സമർപ്പണം കളങ്കരഹിതമായി നിർവഹിക്കുന്ന ഒരാളെയാണ് മുഹബത്ത് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. അത്തരം ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊള്ളുക എന്നാണ് ഇവിടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നത്. ഫലഹു അസ്ലിമു, നിങ്ങൾ എല്ലാവരും തന്നെ അവന് വിധേയപ്പെടുക, അവന് സമർപ്പിക്കുക. എന്നിട്ടോ ഫബശ്ശിരിൽ വബശ്ശിരിൽ മുഖ്ബിതീൻ, വിനയം കാണിക്കാൻ, അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഉള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നവരായി, വിനയാന്വിതരായി നിലകൊള്ളുന്ന ആളുകളുണ്ട്. അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. ആരാണ് ഇവര്? അവരുടെ ചില ലക്ഷണങ്ങളാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. അല്ലദീന ഇദാ ദുഃഖിറല്ലാഹു, അള്ളാഹുവിനെ പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞാൽ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പ്രകമ്പിതമാകും. അള്ളാഹു എന്നത് അവർക്ക് ഹൃദയങ്ങളെ പ്രകമ്പിതമാക്കുന്ന, ഹൃദയങ്ങളെ വിജൃംഭിതമാക്കുന്ന ഒരു പരാമർശമാണ്. അത് കേവലമായ ചെവിയിൽ പതിക്കുന്ന ഒരു ശബ്ദമല്ല. അള്ളാഹ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടായാൽ അത് അവരുടെ ഹൃദയങ്ങളെ പിടിച്ചു കുലുക്കും. അള്ളാഹുവിന് അനിഷ്ടകരമായ എന്തിലേക്കെങ്കിലും നീങ്ങാൻ മുതിരുന്ന ഒരാള് അള്ളാഹു എന്ന പേര് കേൾക്കുമ്പോഴേക്ക് ഭയവിഹ്വലതയോടുകൂടി ഹൃദയം പിടച്ചിലുണ്ടായിക്കൊണ്ട് അതിൽ നിന്ന് പിൻവാങ്ങും. ഒരു ഹദീസിൽ പരാമർശിക്കപ്പെട്ട ഒരു കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പലതവണ. 3 പേര് ഒരു ഗുഹയിൽ അകപ്പെട്ടു പോയതാണ് വിഷയം. അതിലൊരാള് എല്ലാവരും തന്നെ അവരുടെ ഏറ്റവും നല്ല കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുത്തി തരാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കുകയാണ്. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞത്, അള്ളാഹു, എനിക്ക് വളരെ പ്രിയപ്പെട്ടവളായിട്ട് ഒരു കാമിനി ഉണ്ടായിരുന്നു. അവളെ എനിക്ക് വിധേയപ്പെട്ടു തരാൻ അവളോട് ഞാൻ ആവശ്യപ്പെട്ടപ്പോ അവളുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ കാരണമായിട്ട് എന്റെ സഹായം ആഗ്രഹിച്ചുകൊണ്ട് അവള് അതിന് ശാരീരികമായിട്ട് സന്നദ്ധമായെങ്കിലും ഞാൻ അതിനായിട്ട് മുതിർന്നപ്പോ അവൾ എന്നോട് പറയുന്നത് ഇത്തഖില്ല, നീ അള്ളാഹുവിനെ ഭയപ്പെടണം കേട്ടോ എന്നാണ്. ആ ഒരൊറ്റ വാക്ക് എന്നെ ആ കൊടും പാതകത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു കളഞ്ഞു എന്നാണ് അയാൾ പറയുന്നത്. എന്നിട്ട് അയാൾ പറഞ്ഞ കാര്യം, അള്ളാഹു, ഇതൊരു സൽക്കർമ്മമാണെങ്കിൽ നിന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ ചെയ്ത ഒരു കർമ്മമായിട്ട് നീ ഇതിനെ, ഈ പിന്മാറ്റത്തെ അംഗീകരിക്കുന്നുവെങ്കിൽ അതിന്റെ ഗുണം അല്ലെങ്കിൽ ആ നന്മ അംഗീകരിച്ചുകൊണ്ട് നീ എന്നെ ഞാനിപ്പോ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്നാണ് അയാൾ പ്രാർത്ഥിച്ചത്. 3 പേരുടെയും വ്യത്യസ്തമായ പ്രാർത്ഥനകൾ അള്ളാഹു അംഗീകരിച്ചുകൊണ്ട്
ആ ഗുഹാമുഖത്ത് നിന്ന് അവർക്ക് പുറത്തു കടക്കുന്നതിന് തടസ്സമായി വന്നുപെട്ടിരുന്ന വലിയ ഭാരമുള്ള ആ പാറക്കഷ്ണം, ആ പാറക്കല്ല് നീങ്ങി ഉരുണ്ട് താഴേക്ക് വീണു എന്നാണ് ആ ഹദീസ് വ്യക്തമാക്കുന്നത്. അപ്പൊ അള്ളാഹുവിനുള്ള സമർപ്പണം നിർവഹിക്കുന്ന മുഹബീത്തുകളായി മാറിയിട്ടുള്ള ആളുകൾ, അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇടർച്ചയോ പതർച്ചയോ വ്യതിചലനമോ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഘട്ടത്തില് അള്ളാഹ് എന്നൊരു പേര് കേൾക്കുകയേ വേണ്ടതുള്ളൂ. അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടുന്നത്, പരാമർശിക്കപ്പെടുന്നത് മാത്രമേ ആവശ്യമുള്ളൂ. ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് തഖ്വ കാണിക്കുന്നവനാകണം കേട്ടോ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഇത്തഖില്ല എന്ന് പറഞ്ഞാൽ അത് മതി മുഹബിത്തായ ഒരാൾക്ക്, അള്ളാഹുവിന് സമർപ്പിക്കാൻ സന്നദ്ധനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് പിൻവാങ്ങാൻ. അതുപോലെ അള്ളാഹ് എന്നൊരു നാമം ഉച്ചരിക്കപ്പെടുന്നത് കേൾക്കുന്നത് മതി പ്രാർത്ഥനകളിൽ, നമസ്കാരങ്ങളിലൊക്കെ, അതുപോലെ ഹജ്ജിന്റെ വേളയിലൊക്കെ അള്ളാഹ് എന്ന ഒരു ബോധം മനസ്സിൽ ശക്തിപ്പെട്ടു വന്ന് ഹൃദയങ്ങള് പ്രകമ്പിതമാകുന്നതിന്. അപ്പൊ ഇതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്ന അല്ലദീന ഇദാ ദുഃഖിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും. അള്ളാഹുവിന്റെ പേര് ഉച്ചരിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ വിജൃംഭിതമാകും, പ്രകമ്പനം കൊള്ളും. വസ്സാബിരീൻ, അതേപോലെ അലാമ അസാബഹും, അവർക്ക് എന്ത് വിപത്ത് വന്നു പെട്ടാലും അതില് സഹനം അവലംബിക്കാൻ കഴിയുന്നവരുമാണ് അവര്. അള്ളാന്റെ പേര് ഉച്ചരിക്കപ്പെട്ടാൽ മതി ഒരു തെറ്റിന്ന് പിൻവാങ്ങാൻ, അവിടെ തർക്കിച്ച് നിൽക്കൂല. ഉദാഹരണത്തിന് നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ അത് പലിശയാണ് കേട്ടോ, അള്ളാഹ് തൃപ്തിപ്പെടാത്തൊരു കാര്യമാണ്, അത് നിങ്ങൾ ചെയ്യരുത് എന്ന വിധത്തിൽ ആരെങ്കിലും ഒന്ന് സൂചിപ്പിച്ചാൽ, അത് ശരി, അത് പലിശയാണെങ്കിൽ പിന്നെ എനിക്കത് വേണ്ട, ഞാൻ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി നിൽക്കുകയാണ് എന്ന് തീരുമാനിക്കാൻ അയാൾക്ക് യാതൊരു വിഷമം ഉണ്ടാവില്ല. ഇതേപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും. നമസ്കാരത്തിന്റെ ഓരോ റുക്കിനിലും നമ്മൾ അള്ളാഹുവിന്റെ പേര് പരാമർശിക്കുന്നുണ്ടല്ലോ. അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോഴും സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോഴും ഇതൊക്കെ തന്നെ നമസ്കാരത്തിൽ നമ്മൾ പല ചിന്തകളിലേക്കുമായി വഴുതി വീഴുമ്പോ ഹൃദയങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുന്ന, വിജൃംഭിതരാക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങളാണ്, അള്ളാഹുവിന്റെ പേരുച്ചരിക്കലാണ്. അപ്പോ അത്തരം ആളുകൾ അവരുടെ അള്ളാഹുവിന്റെ പേര് പരാമർശിക്കപ്പെട്ടാൽ തന്നെ അവരുടെ ഹൃദയങ്ങൾ പ്രകമ്പനം കൊള്ളും. അതുപോലെ എന്ത് ദുരിതം ഏറ്റുവാങ്ങേണ്ടി വന്നാലും അതിൽ അവര് സഹനം കൈക്കൊള്ളുകയും ചെയ്യും. സഹനത്തിന്റെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള മാതൃകകളാണ് പലപ്പോഴും സമീപകാലത്ത് നമുക്ക് ഗസയിലും പരിസരത്തും ഒക്കെ കാണാൻ കഴിയുന്നത്. സ്വാബിരീന അലാ മാ അസാബഹും, അവർക്ക് എന്ത് വിപത്ത് വന്നു പെട്ടാലും അവരതില് സഹനം അവലംബിക്കും. കാരണം അവര് ജീവിതം സമർപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിനാണ്. അതുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായിട്ട് അള്ളാഹു ഏറ്റെടുക്കും എന്ന ബോധ്യം അവർക്കുണ്ട്. അതവർക്ക് മനസ്സമാധാനം നൽകുകയും ചെയ്യും. വൽ മുഖീമി സ്വലാത്ത്, അതുപോലെ നമസ്കാരം കൃത്യതയോടുകൂടി നിർവഹിക്കുന്നവരായിരിക്കും അവർ. നമസ്കാരം എന്ന് പറഞ്ഞാൽ വെറും ഒരു ആചാരം, അനുഷ്ഠാനം എന്നതല്ല. അള്ളാഹുവുമായുള്ള ഒത്തുചേരലും അള്ളാഹുവുമായുള്ള സംഭാഷണവുമാണ് നമസ്കാരം. ആ നിലക്ക് നമസ്കാരങ്ങൾക്ക് അവര് വലിയ ആവേശത്തോടു കൂടിയാണ് പാഞ്ഞു വരിക. ആലസ്യം കാണിക്കുന്ന, അലസതയുടെ അടയാളപ്പെടുത്തലായിട്ടുള്ള മുഖഭാവങ്ങളോട് കൂടിയൊന്നുമല്ല. അള്ളാഹുവിന്റെ മുന്നില് അത്യാഹ്ലാദത്തോടു കൂടി വന്ന് നിൽക്കാൻ, കൈകെട്ടി നിൽക്കാൻ, അള്ളാഹുവിനെ നമിക്കാൻ, അള്ളാഹുവിന്റെ മുന്നിൽ പ്രണാമം അർപ്പിക്കാൻ ഒക്കെയായിട്ട് മനസ്സിന്റെ വലിയ ഉത്കടമായ മോഹത്തോടു കൂടിയാണ് ഈ ആളുകള് നമസ്കാരത്തിലേക്ക് വരിക. വൽ മുഖീമി സ്വലാത്ത്, അതുപോലെ വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, അവരെ സംബന്ധിച്ചിടത്തോളം നാം അവർക്ക് നൽകിയിട്ടുള്ളതൊക്കെയും തന്നെ അതിന്റെ ശരിയായ രീതിയിൽ ചെലവഴിക്കുന്നവരുമാണ് അവർ. രണ്ട് നിലപാടുകളുണ്ട് ആളുകളുടെ സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അള്ളാഹു നൽകിയ വിഭവങ്ങളുടെ കാര്യത്തിൽ അത് കെട്ടിപ്പൂട്ടി വെക്കുന്ന ഒരു നിലപാടുണ്ട്, അത് ചെലവഴിക്കുന്ന നിലപാടുണ്ട്. ഇതിൽ തന്നെ വ്യത്യസ്തതകൾ പലതും കാണാൻ കഴിയും. ഒന്നും ഒരു സൂക്ഷ്മതയും കരുതലും ഇല്ലാതെ
വാരി വിതറുന്ന വിധത്തിൽ ധാരാളിത്തം കാണിച്ചും ദുർവ്യയമായിട്ടും ഒക്കെ സമ്പത്ത് തീർക്കുന്ന ആളുകൾ, അങ്ങേയറ്റത്തെ ലുബ്ധ കാണിച്ചുകൊണ്ട് തനിക്കോ താനുമായി ബന്ധപ്പെട്ട സമൂഹത്തിനോ യാതൊരു പ്രയോജനവും ഇല്ലാത്ത വിധത്തിൽ സമ്പത്തിനെ കൈകാര്യം ചെയ്യുന്ന പിശുക്ക് കാണിക്കുന്ന ആളുകളും. ഇസ്ലാം പഠിപ്പിക്കുന്നത് രണ്ടിനും ഇടക്കുള്ള ഒരു സംഗതിയാണ്. അതെന്താണെന്ന് വെച്ചാൽ അള്ളാഹു നൽകിയ വിഭവങ്ങള് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്ത് പ്രയോജനപ്പെടുത്താനുള്ളതാണ്. അത് ആർക്കാണോ നൽകിയിട്ടുള്ളത് അയാളുമായി ബന്ധപ്പെട്ട വളരെ പേരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രയോജനപ്പെടുത്തുന്നവരാണ്. അത് കേവലം ദാനധർമ്മം മാത്രമല്ല, അതിന്റെ ആസൂത്രണമുണ്ട്, സമ്പത്തിന്റെ വർദ്ധിപ്പിക്കലുണ്ട്, അതിൽ നിന്ന് അർഹരായ ആളുകൾക്കും അവശരായ ആളുകൾക്കും ഒക്കെ അതിന്റെ ന്യായമായ വിഹിതം തന്നെ നൽകുകയും ഉദാരതയോടുകൂടി അവരെ സഹായിക്കുകയൊക്കെ ചെയ്യൽ അതിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ സ്വന്തം കുടുംബത്തിനും തനിക്കും തന്റെ കുടുംബത്തിനും ഒക്കെ വേണ്ടിയുള്ള വരുമാനവും അതുപോലെ നിലനിൽപ്പും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആസൂത്രണവും അതിന്റെ ഭാഗമാണ്. അവര് അള്ളാഹു നൽകിയ വിഭവങ്ങളെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ വ്യയം ചെയ്യുന്ന ആളുകളുമാണ് ഈ പരാമർശിക്കപ്പെട്ട മുഫ്ബിത്തുകൾ. അവർ അള്ളാഹുവിന്റെ പേര് കേട്ടാൽ അവരുടെ ഹൃദയങ്ങൾ പ്രകമ്പിതമാകും. പ്രതിസന്ധികളുടെ മുന്നിൽ അവര് പകച്ചു പോകില്ല, അവര് സഹനം അവലംബിക്കും. നമസ്കാരം അവർക്ക് വളരെ ആനന്ദകരമായ ഊഷ്മളമായ അള്ളാഹുവുമായുള്ള ഒരു മുനാജാത്ത് തന്നെയാണ്. അതുപോലെ വിഭവങ്ങളൊക്കെയും തന്നെ നൽകപ്പെട്ട വിഭവങ്ങളെ ശരിയായ വിധത്തിൽ ബുദ്ധിപൂർവകമായിട്ട് വ്യയം ചെയ്യുന്ന ആളുകളുമാണ്. സ്വന്തം ആവശ്യത്തിന് മാത്രമല്ല, സ്വന്തം കുടുംബത്തിനും മാത്രമല്ല, സമൂഹത്തിൽ മറ്റു പലർക്കും അർഹതപ്പെട്ടതായിരിക്കും അള്ളാഹു എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ള വിഭവങ്ങളൊക്കെ തന്നെ. അത് മനസ്സിലാക്കിക്കൊണ്ട് അവയെ വ്യയം ചെയ്യുന്നവരായിരിക്കും അത്തരം ആളുകൾ എന്നാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.